തിയേറ്റർ പൂരപ്പറമ്പാക്കാൻ മോഹൻലാലിന്റെ എമ്പുരാൻ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. റെക്കോർഡ് പ്രീസെയിൽ നടന്ന ചിത്രത്തിനായി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ടീസറിലും ട്രെയിലറിലും ഒളിപ്പിച്ച താരങ്ങൾ ആരൊക്കെയെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടെങ്കിലും നാളെ രാവിലെ വരെ കാത്തിരുന്ന് കാണാം എന്നാണ് അണിയറക്കാർ പറയുന്നത്. എല്ലാവരും പ്രതീക്ഷയിലെന്ന് നടൻ മോഹൻലാൽ പറഞ്ഞു. അതെ അപ്പൊ ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. വി ആർ വെയിറ്റിംഗ്. എല്ലാവരും, കേരളം മാത്രമല്ല എല്ലാവരും. വിവരങ്ങളുമായി എമ്പുരാൻ ടീം എത്തിയ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ആസിം മുഹമ്മദ്, കോഴിക്കോട് അപ്സര തിയേറ്ററിന് മുന്നിൽ നിന്ന് ബെൻസൺ, താരങ്ങളുടെ വാർത്താ സമ്മേളനം നടക്കുന്ന വേദിയിൽ നിന്ന് സഹിൻ ആന്റണി എന്നിവർ ചേരുന്നു. ആദ്യം ബെൻസണിലേക്ക് പോയാൽ, ബെൻസൺ, കേരളം അതിൻ്റെ ബ്രഹ്മാണ്ഡ ചിത്രം കാണാൻ കാത്തിരിക്കുകയാണ്. വലിയ പ്രതീക്ഷകളാണല്ലേ ചുറ്റും? ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ തമോഗോളങ്ങളുടെ എമ്പുരാനെ വരവേൽക്കാൻ വേണ്ടി എനിക്ക് ചുറ്റും ആളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നാളെ രാവിലെ 6 മണി മുതലാണ് ഫാൻ ഷോ ആരംഭിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വൈകുന്നേരം തൊട്ട് തന്നെ ഞാൻ നിൽക്കുന്ന കോഴിക്കോട് അപ്സര തിയേറ്ററിൽ ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കൊടിതോരണങ്ങളുണ്ട്, വലിയ കട്ടൗട്ടുകളുണ്ട്, നിരവധി ഫാൻസുകാർ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ പ്രതീക്ഷയാണുള്ളത്. നമുക്കറിയാം, മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ റിലീസിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലാലേട്ടൻ പൃഥ്വിരാജിന്റെ സംവിധാനത്തിലെത്തുന്നു. വലിയൊരു സിനിമയാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. അതിന്റെ എല്ലാവിധത്തിലുള്ള ആവേശവും ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഉണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിൽ ചിത്രം എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ ചിത്രം എത്തുന്നുണ്ട്. അവിടെയെല്ലാമുള്ള മലയാളികൾ ഈ ഒരു ചിത്രത്തെ വളരെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കുറെ ഫാൻസ് സുഹൃത്തുക്കളാണ്. അപ്പോൾ ലൂസിഫർ ഇറങ്ങി 6 വർഷത്തിന് ശേഷം വീണ്ടും ചിത്രം ഇറങ്ങുകയാണ് എമ്പുരാൻ. വലിയ പ്രതീക്ഷയാണ് ആദ്യ ചിത്രം നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. വലിയ ആകാംക്ഷയോടുകൂടിയാണ് നമ്മൾ ആ ചിത്രത്തെ വരവേറ്റത്. രണ്ടാമതൊരു ഭാഗം വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ വലിയ ആകാംക്ഷ നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ നാളെ ചിത്രം ഇറങ്ങാൻ പോവുകയാണ്. എന്താണ് പ്രതീക്ഷ? ആവേശത്തിന്റെ കൊടുമുടിയിലാണ് ഞങ്ങള് എത്രയോ ദിവസങ്ങളായി ഇതിന്റെ പുറകിൽ തന്നെയാണ്. ഇന്നിപ്പോൾ ഞങ്ങളെല്ലാവരും രാവിലെ അവിടെ എത്തി. ഇവിടെ 7:30 ആകുമ്പോൾ ഇപ്പോൾ DJ-ലോട് നമ്മൾ തുടങ്ങുകയാണ് ഇന്ന് പരിപാടി. ഇന്ന് കഴിഞ്ഞ് നാളെ 6 മണിക്ക് നാളെ ശിങ്കാരിമേളവും പൂക്കാവടിയും ഒക്കെ ആയി വളരെ ഗംഭീരമായി ലോകം മൊത്തം എമ്പുരാനെ വരവേൽക്കാണ്. അപ്പൊ അതുകൊണ്ട് കോഴിക്കോട് നമ്മളും. അപ്പൊ നമുക്ക് ഈ ആവേശമൊന്നും പോരാ, കുറച്ചും കൂടി ഒരു ശബ്ദം വേണം. നമ്മുടെ ലാലേട്ടനാണ് വരാൻ പോണത്, എമ്പുരാനാണ് വരാൻ പോണത്. ആ കൊടിയൊക്കെ അങ്ങോട്ട് പാറട്ടങ്ങട്. അപ്പൊ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു ഡ്രാഗണിന്റെ ചിത്രം വെച്ച ഒരു ഡ്രസ്സുമായിട്ട് ഒരാൾ നിൽക്കുന്ന ഒരു ചിത്രം വന്നു. അതിൽ കുറെ ഊഹാപോഹങ്ങൾ വരുന്നുണ്ട്. മമ്മൂട്ടിയാണെന്ന് പറയുന്നത്, ഫഹദ് ഫാസിൽ എന്ന് പറയുന്നത്, ആമിർ ഖാൻ എന്ന് പറയുന്നത്. എന്താണ് പ്രതീക്ഷയുണ്ടോ? എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? സർപ്രൈസുകൾ ഒന്നും നമ്മളിപ്പോൾ ആലോചിക്കുന്നില്ല. എല്ലാം നാളെ തിയേറ്ററിൽ തന്നെ ആസ്വദിക്കാന്നുള്ള പ്രതീക്ഷയിലും ആണ് ഞങ്ങളുള്ളത്. ഈ തിയേറ്റർ പൂരപ്പറമ്പാവുക എന്നൊരു ഒരു വാക്കുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യാഖ്യാനമുണ്ട് നമുക്ക്. ആ ഒരു പൂരപ്പറമ്പാകുമോ നാളെ? അതിനൊറ്റ പേരാണ് ലാലേട്ടൻ. അതിന് വേറെ ഒന്നും പറയാനില്ല. ആ ഒരൊറ്റ പേരാണ് തിയേറ്റർ പൂരപ്പറമ്പാക്കാൻ. ഇത്രയും വർഷമായിട്ടും ഇങ്ങനെ ഒരു ആവേശം തരുന്ന ഒരു സിനിമ പോലും, ഇത്രയും ആവേശം തരുന്ന സിനിമ പോലും ഉണ്ടായില്ല. ലാലേട്ടൻ ഒരുപാട് സിനിമകൾ വൻ ആവേശത്തിലും എല്ലാം ഞങ്ങൾ വരവേറ്റിട്ടുണ്ട്. പക്ഷെ ഇത് ലോകം മൊത്തം ഇതിനെ ഒരു വരവേറ്റത് അത്തരത്തിലാണ്. ഇപ്പം കോളേജുകൾക്ക് അവധി, കമ്പനികൾ അവധി കൊടുക്കുന്നു, ടിക്കറ്റുകൾ കൊടുക്കുന്നു, ബൾക്കായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഓഫീസിൽ നിന്ന് ആൾക്കാർ വരുന്നു. അത്തരത്തിൽ ഈ സിനിമ ഏത് തരത്തിലാണ് കേരളം മാത്രമല്ല ലോകം മുഴുവനും ഒരു എന്താ പറയുക, ഒരു സിനിമയ്ക്കും കിട്ടാത്ത രീതിയിൽ ഉള്ള ഒരു ആവേശത്തിലും ഇത് മലയാള സിനിമയുടെ തന്നെ ഒരു ഉണർവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇത്തരത്തിലുള്ള സിനിമകൾ ഇനിയും ഉണ്ടാവണം. അതിന് ലാലേട്ടന് തന്നെ കഴിയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിലൂടെ ഇത്രയും വലിയൊരു സിനിമ വരുമ്പോൾ അത് മറ്റുള്ള താരങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ. ഞങ്ങൾ എമ്പുരാൻ എന്നുള്ള സിനിമ കേട്ട അന്ന് മുതൽ ആവേശത്തിലാണ്. ആ ആവേശത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് നീങ്ങി നാളെ 6 മണിക്ക് ഞങ്ങളുടെ എമ്പുരാനെ കാണാനുള്ള വെയിറ്റിംഗിലാണ് എല്ലാവരും. അപ്പൊ എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ടാവും നാളെ? എന്തായിരിക്കും അവസ്ഥ? നാളെ അടിപൊളിയായിരിക്കും. തകർക്കും. നമ്മള് തകർക്കും. പൂരപ്പറമ്പായിരിക്കും അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്. ഇവിടെ മാത്രമല്ല, കോഴിക്കോട് ഒരുപാട് സ്ഥലത്ത് എല്ലാ തിയേറ്ററിലും സിനിമയുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെമ്പാടും ഉണ്ട്. വലിയ ആവേശമായിരിക്കും അല്ലേ? വലിയ ആവേശമായിരിക്കും. പൂരപ്പറമ്പാക്കും. എല്ലാരും ഉഷാറല്ലേ? അടിപൊളിയല്ലേ? അപ്പൊ
ലക്ഷ്മി പത്മ, ഇതാണ് ഇപ്പോഴത്തെ ഇവിടെ അവസ്ഥ. അതായത് ഇവിടെ ആഘോഷങ്ങൾ ആരംഭിച്ചിട്ടില്ല, ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. 7 മണിയോട് കൂടിയാണ് അല്ലെങ്കിൽ 7:30 കൂടിയാണ് ഈ DJ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ആരംഭിക്കുക. പക്ഷെ അതിന് മുൻപ് തന്നെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ ആവേശത്തിലേക്ക് പോവുകയാണ്. വരും മണിക്കൂറുകളിൽ വലിയ ആവേശം ഈ തിയേറ്ററിന്റെ മുമ്പിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നാളെ രാവിലെ 6 മണി തൊട്ട് ആണ് ഷോ ആരംഭിക്കുന്നത്. 4:30 തൊട്ട് തന്നെ ഈ തിയേറ്ററുകളിലെല്ലാം തന്നെ ഫാൻസിന്റെ നേതൃത്വത്തിൽ ആഘോഷമുണ്ടാകും. വലിയ രീതിയിലുള്ള ആഘോഷം തന്നെ ഉണ്ടാകും. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു സിനിമ ഒരുപാട് ആളുകളെ ചേർത്ത് നിർത്തി ഒരു വലിയ സന്തോഷത്തിന് കാരണമാകുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു വലിയ ചിത്രമായി എമ്പുരാൻ മാറുന്നു. അതിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ കട്ടൗട്ടുകളുണ്ട്, 30 അടിയോളം ഉയരമുള്ള കട്ടൗട്ടുകളുണ്ട്. തീർച്ചയായും ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ പല ഭാഷകളിൽ നിന്നും നമ്മുടെ നാട്ടിൽ വന്ന് കളിക്കാറുണ്ട്. ആളുകൾ അന്നേരം വലിയ ആവേശത്തോടെ തിയേറ്ററുകളിലേക്ക് പോകാറുണ്ട്. പക്ഷേ നമ്മുടെ സ്വന്തം ബ്രഹ്മാണ്ഡ സിനിമ ഒടുവിൽ എത്തിയിരിക്കുന്നു. എമ്പുരാൻ നാളെ തിയേറ്ററിൽ എത്തുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. ഉറപ്പായും അത് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യവും. മലയാളത്തിൻ്റെ ബ്രഹ്മാണ്ഡ സിനിമ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ എമ്പുരാൻ്റെ പ്രസക്തി. ഇപ്പോൾ നമുക്കൊപ്പം സഹിൻ ആന്റണി ചേരുകയാണ്. താരങ്ങളുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം സഹിൻ നിൽക്കുന്ന അവിടെ നിന്നും തുടങ്ങുന്നതായിരിക്കും. സഹിൻ, വാർത്താ സമ്മേളനം എപ്പോഴായിരിക്കും തുടങ്ങുക? ഈ താരങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വരുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ലക്ഷ്മി, 6 മണിയോടുകൂടി വാർത്താ സമ്മേളനം ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 6:45 വാർത്താ സമ്മേളനം ആരംഭിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി മാധ്യമപ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കാരണം വലിയ രീതിയിൽ ഒരു സംവിധാനം തന്നെ ഒരുക്കിയിരിക്കുന്നു. നിരവധി ക്യാമറകൾ നമുക്ക് കാണാം. സാധാരണ ഇവിടെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രസ് മീറ്റുകൾ, പ്രത്യേകിച്ചും സിനിമ പ്രസ് മീറ്റുകൾ നടക്കുന്ന ഒരിടം കൂടിയാണ്. പക്ഷേ ഇത്രയധികം ക്യാമറകളൊന്നും അങ്ങനെ പ്രത്യക്ഷപ്പെടാറില്ല അല്ലെങ്കിൽ എത്താറില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് എമ്പുരാൻ സിനിമ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ ഏറ്റവും വലിയ റിലീസ് ചിത്രമാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി പടം കൂടി ആയി ഈ എമ്പുരാൻ മാറുമോ എന്നുള്ളതിനുള്ള ഒരു കാത്തിരിപ്പാണ്. മണിക്കൂറുകൾ മാത്രം മതി ഇനി ഈ ചിത്രം തിയേറ്ററിലേക്ക് ഇറങ്ങാൻ. പക്ഷേ അതിന് മുന്നോടിയായി ഈ താരങ്ങളെല്ലാം ചേർന്ന് നടത്തുന്ന ഒരു വാർത്താ സമ്മേളനം, ഒരു പക്ഷേ കേരളക്കരെ ആകെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വാർത്താ സമ്മേളനം, അത് എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ കാണാം. നിരവധി ഏഷ്യാനെറ്റാണ്, ന്യൂസ് 18, അങ്ങനെ കൈരളി, റിപ്പോർട്ടർ TV, എല്ലാ മാധ്യമങ്ങളും ഇവിടെ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും അവരുടേതായ രീതിയിലൂടെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഈ പ്രസ്, മറ്റ് TV ചാനലുകൾ മാത്രമല്ല ഉള്ളത്, ഓൺലൈൻ ചാനലുകളും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലുകളും നിരവധി ഓൺലൈൻ ചാനലുകളെല്ലാം അവർക്കെല്ലാം പ്രവേശനം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ പത്രങ്ങളിൽ നിന്നുള്ള ജേർണലിസ്റ്റുകളും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും അവരെല്ലാവരും വലിയ ആവേശത്തിൽ തന്നെയാണ്. ഇന്ന് ഒരു വാർത്താ സമ്മേളനം നടക്കുക. കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള വാർത്താ സമ്മേളനങ്ങൾ എമ്പുരാൻ്റെ നടന്നിരുന്നു. പക്ഷേ ഒരു വാർത്താ സമ്മേളനം കേരളത്തിൽ നടന്നിട്ടില്ലായിരുന്നു. അത് റിലീസിന് മണിക്കൂറുകൾ മുൻപ് നടക്കുമ്പോൾ അതിൻ്റെ ഒരു ആവേശം ജേർണലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നിരവധി ചോദ്യങ്ങൾ സ്വാഭാവികമായും താരങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. അത് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് എന്നിനി കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും കുറേ നേരമായി വന്നിരിക്കുന്നത് ഇവിടെ. കുറച്ച് നേരമായി 6 മണിക്ക് തുടങ്ങുന്നുള്ളതിൽ പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. മാത്രമല്ല ചിത്രം മാത്രമല്ല പ്രസ് മീറ്റ് തന്നെ സൂപ്പർ ഹിറ്റ് ആകുമെന്നാണ് തോന്നുന്നത്. അത്രത്തോളം ക്യാമറയും ടീമും മീഡിയ പ്രവർത്തകരും വന്നിട്ടുണ്ട്. അതാ ഇവിടെ 24 റിപ്പോർട്ടറൊക്കെ ആയിട്ട് എങ്ങനെ കുറേ നേരമായി വന്നത്? കുറേ നേരമായി തന്നെയാണ് എല്ലാവരും വന്ന് കാത്തിരിക്കുന്നത്. ഏഷ്യാനെറ്റിലെ ജെവിൻ ടുട്ടോ ഒക്കെ തല താഴ്ത്തിയിരിക്കണം. ജെവിനെ കുറേ നേരമായി വന്നിരിക്കണം. കുറച്ച് നേരമായിട്ടേ ഉള്ളൂ. നന്നായിട്ട് പോട്ടെ. പ്രസ് മീറ്റ് കാത്തിരുന്നതാണ്. തീർച്ചയായും സഹിൻ ഏതായാലും കൂടെയുള്ള മാധ്യമ പ്രവർത്തകരുടെ കൂടി പ്രതികരണം എടുക്കുകയാണ്. അവിടെ നിന്ന് എല്ലാവരും കാത്തു നിൽക്കുകയാണ് അവിടെ വാർത്താ സമ്മേളനം തുടങ്ങുന്നതിനായിട്ട്. തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു കൂടി എത്തുന്നുണ്ട്. ബിനിൽ, ഒരുപാട് സംശയങ്ങൾ എന്തായാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ആരൊക്കെയായിരിക്കും താരങ്ങൾ? അങ്ങനെ പല സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലൂസിഫറിനെ ചുറ്റിപ്പറ്റി എമ്പുരാനിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ അറിയാൻ ആകാംക്ഷയുണ്ട് എല്ലാവർക്കും. എന്തായാലും അണിയറ പ്രവർത്തകർ ഒന്നും അങ്ങോട്ട് വിട്ടു പറയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വാർത്താ സമ്മേളനം നടക്കാനിരിക്കുന്നു, അവിടെയും അവരൊന്നും പറയാൻ സാധ്യതയില്ല. ഏതായാലും നമുക്ക് ചുറ്റും നിറയെ ഊഹാപോഹങ്ങളാണ്, പ്രതീക്ഷകളാണ്. നമുക്ക് ആ പ്രതീക്ഷകളിലേക്ക് പോകാമെന്ന് തോന്നുന്നു ബിനിൽ.
ലക്ഷ്മി, തീർച്ചയായിട്ടും അതുതന്നെയാണ്. ഇന്നലെ നമ്മൾ ഈ ആളോട് സംസാരിച്ചിരുന്നു, പ്രത്യേകിച്ച് ഫാൻസിനോടൊക്കെ സംസാരിച്ചിരുന്നു. ചില താരങ്ങളെയൊക്കെ പൃഥ്വിരാജും അണിയർ പ്രവർത്തനമൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവർ ആരൊക്കെയാണെന്ന തരത്തിൽ ഉള്ള ചില അഭ്യൂഹങ്ങളൊക്കെ വന്നു. പക്ഷേ അതൊന്നും അങ്ങനെ അഭ്യൂഹങ്ങൾക്ക് ആവശ്യമില്ല. ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതിയല്ലോ എന്നാണ് അണിയർ പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരത്തെ ഏരീസ് പ്ലസ് തിയേറ്ററിലാണ്. ഇവിടെ 6 സ്ക്രീനുള്ള തിയേറ്ററാണ്. ഈ തിയേറ്ററിൽ 3 സ്ക്രീനിലാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്. നമുക്ക് കാണാം, ദൃശ്യങ്ങൾ തന്നെ കൃത്യമായി കാണാം. ഈ തിയേറ്ററിന്റെ മതിലുകളെല്ലാം മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും ഒക്കെ വലിയ കട്ടൗട്ടർ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. അത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഓരോ ഫാൻസ് യൂണിറ്റ് കമ്മിറ്റികൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഭൂരിഭാഗം തിയേറ്ററുകളിലും ഇത് തന്നെയാണ് കാഴ്ച. കൂറ്റൻ കട്ടൗട്ടറുകൾ വെച്ചിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ ഈ ഫാൻസിനോട് സംസാരിച്ചു, അവിടെ നാളത്തെ ആഘോഷങ്ങൾ എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഇന്നവർ വലിയ ആഘോഷങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ രാത്രികളിൽ തിയേറ്ററുകളിലൊക്കെ വലിയ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാത്രിയിൽ ഒരു DJ നൈറ്റാണ് ഇവർ തീരുമാനിച്ചത്. ഇപ്പോൾ കുറച്ച് ഫാൻസിൻ്റെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇന്ന് നിങ്ങൾ ആഘോഷ രാവാണ് നിങ്ങൾക്ക്? കാരണം നാളെ രാവിലെ 6 മണിക്ക് ലാലേട്ടൻ വരികയാണ്, എമ്പുരാൻ വരികയാണ്. എങ്ങനെയാണ്? നമ്മൾ ഇന്നല്ല, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ തിയേറ്റർ സജ്ജീകരണത്തിലോടുകൂടിയാണ് എമ്പുരാനെ വരവേൽക്കുന്നത്. ഞങ്ങൾ പൃഥ്വിരാജ് ഫാൻസിൻ്റെ ആൾക്കാരാണ്. ഇന്ന് മോഹൻലാൽ ഫാൻസുകാർ ആർട്ടക സെൻട്രൽ മാളിൽ DJ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഔദ്യോഗികപരമായിട്ട് അവരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ബാക്കി ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ മലയാളത്തിൻ്റെ സിനിമ മേഖലയെ മാറ്റിമറിക്കുന്ന ഒരു ദിവസം തന്നെയായിരിക്കും നാളെ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷ സത്യസന്ധമായിട്ട് നിറവേറുകയും ചെയ്യും. സിനിമാ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു ആഘോഷം മുൻപ് ഒരു ചിത്രങ്ങൾക്കും ഉണ്ടായിട്ടില്ല. വലിയ ഹൈപ്പുണ്ട്, വലിയ പ്രതീക്ഷയുണ്ട്. എന്താണ് നിങ്ങൾ? വലിയ ആഘോഷത്തോടെ എമ്പുരാനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാള സിനിമാ പ്രേമികൾ. മോഹൻലാൽ ഫാൻസ് എല്ലാവരും തന്നെ വലിയ പ്രതീക്ഷയിലാണ്. അങ്ങനെ മലയാളത്തിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം നാളെ റിലീസാവുകയാണ് എമ്പുരാൻ. എല്ലാവരും ആകാശം മുട്ടെ പ്രതീക്ഷയിലാണുള്ളത്. ബിനിൽ ലീല സാബുവാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.